ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ അർച്ചനയുടെയും സച്ചിയുടെയും കഠിന പ്രയത്നം കൊണ്ട് തന്നെ സേതുമാധവൻ ജയിലിൽ നിന്നും ജാമ്യത്തിന് വന്നിരിക്കുകയാണ്. എന്നാൽ അവന്തിക കാരണമാണ് സേതുവിന് ജാമ്യം കിട്ടിയത് എന്ന രീതിയിൽ വരുത്തി തീർക്കുകയാണ് അവന്തികയും അവന്തികയുടെ വക്കീലും. സേതുമാധവൻ നിറഞ്ഞ സന്തോഷത്തോടെ അവന്തികയെ ചേർത്ത് പിടിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെയും വിഷമത്തോടെയും നിൽക്കുന്ന അർച്ചനയും സച്ചിയുമാണ് കാണിക്കുന്നത്. തുടർന്ന് സേതു വീട്ടിലേക്ക് വരുമ്പോൾ അവന്തിക ആരതി ഒഴിഞ്ഞ് സേതുവിനെ സ്വീകരിക്കുന്നു. ലോക്കപ്പിലും കോടതിയിലുമൊക്കെ കയറിയിട്ടല്ലേ അച്ഛൻ വന്നത്, അതുകൊണ്ട് അച്ഛനെ ആരതി ഒഴിഞ്ഞു തന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്തിക സേതുവിനെ ആരതി ഒഴിയുന്നത്. ഇത് കണ്ട് സന്തോഷത്തോടെ അവന്തികയെ നോക്കുകയാണ് സേതുമാധവൻ. അതേസമയം താൻ മൂലം കിട്ടിയ ജാമ്യം അവന്തിക ചെയ്തതുപോലെ ആക്കി തീർത്തതിന്റെ ദേഷ്യത്തിൽ അവന്തികയെ നോക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് അകത്തേക്ക് കയറുന്ന സേതു എല്ലാവരോടുമായി പറയുകയാണ്, കാര്യങ്ങളെല്ലാം ഇത്രയ്ക്കുമായ സ്ഥിതിക്ക് ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ജോൾസിനെ വിളിച്ചു വരുത്തണം. പറ്റിയാൽ ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമെടുക്കേണ്ട ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അർച്ചന കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ പറഞ്ഞ പ്രകാരം അവന്തികയുടെ ജോത്സ്യൻ നെല്ലിശ്ശേരി വീട്ടിൽ എത്തുന്നതാണ്. പ്രശ്നം വെച്ച് നോക്കിയതിനു ശേഷം അയാൾ പറയുകയാണ്, ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുടുംബത്തിന് ദോഷം കൊണ്ടുവരുന്ന ഒരു സന്തതിയാണ് അർച്ചനയുടെ വയറ്റിൽ ജനിക്കാൻ പോകുന്നത്. ആ കുഞ്ഞു കാരണം ഇവിടെ പലർക്കും അകാല മൃത്യു വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ തന്നെ ജോത്സ്യൻ പറയുമ്പോ ഇത് കേട്ട് പൊട്ടിക്കരയുകയാണ് അർച്ചന. സച്ചിയേട്ടാ, ഇയാൾ കള്ളമാ പറയുന്നത്, നമ്മുടെ കുഞ്ഞിന് അങ്ങനെയുള്ള ദോഷങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് അർച്ചന. പെട്ടെന്ന് തന്നെ അർച്ചനയ്ക്ക് വയറുവേദന ഉണ്ടാവുകയാണ്. കരഞ്ഞുകൊണ്ട് അർച്ചന നിലത്തേക്ക് വീഴാൻ പോകുമ്പോ സച്ചി അർച്ചനയെ സമാധാനിപ്പിച്ച് അനഘയുടെ കൂടെ മുറിയിലേക്ക് അയക്കുന്നു. അതിനുശേഷം ദേഷ്യത്തോടെ ജോത്സ്യന്റെ നേർക്ക് ചെല്ലുകയാണ് സച്ചി. ജോൾസിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതിനു ശേഷം ജോൾസിനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് സച്ചി. ഇത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോ മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലേ, തന്നെ ഞാൻ ഇവിടിട്ട് കത്തിക്കുമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് സച്ചി. ഇത് കേൾക്കുന്ന ജോൾസ്യൻ ഭയത്തോടെ അവന്തികയും സച്ചിയെയും മാറി മാറി നോക്കുന്നു. ജോൾസ്യന്റെ നാവിൽ നിന്നും സത്യങ്ങൾ വീണാൽ ഇതോടെ താൻ നെല്ലിശ്ശേരിക്ക് പുറത്താകുമെന്നുള്ള ഭയത്തിൽ നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ ജോത്സ്യൻ തയ്യാറാകുമോ? അവന്തിക നെല്ലിശ്ശേരിയുടെ പടി ഇറങ്ങുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.